പോണം. അതായത് അവിടെ നിന്ന് നമ്മൾക്ക് വരണമെങ്കിൽ ആ പരുവത്തിൽ നമ്മുടെ വണ്ടി കംപ്ലൈന്റ് അതിനോടാം. പക്ഷെ വണ്ടി നല്ലതാണെങ്കിലും ഒരു സർവീസ് അത്ര നല്ലതല്ല. ഇതെല്ലാരും പറയണ ഒരു കംപ്ലൈന്റ് ആണല്ലോ ഫോഴ്സിന്റെ ഈ സർവീസ് മോശം. അവർക്ക് എന്തുണ്ടെങ്കിലും അപ്പൊ സാധനം മാറ്റാന്നുള്ള ഓപ്ഷൻ ഉള്ളത്. എന്തുകൊണ്ടാണ് B6 വണ്ടി വന്നപ്പോഴാണ് ഒന്നുകൂടി കൂടിയത് കംപ്ലൈന്റുകള്. കൂടുതൽ സെൻസർ വണ്ടി ഫുൾ സെൻസറായി. ഇതിലെന്താ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസറിൽ ഒരു പൊടി കയറിയിരുന്നാലും കംപ്ലൈന്റ് ആവും. ഏതെങ്കിലും സിഗ്നല് കാണിച്ചോണ്ടിരിക്കും. മീറ്ററും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതില് എല്ലാ ഇതും എയർ പ്രഷർ കാണിക്കില്ലല്ലോ. എയർ പ്രഷർ കാണിക്കില്ല. അതൊക്കെയാണ് ട്രാവലാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ശരിക്കും ഈ വണ്ടി ആമിലും ലീഫിലും വരുന്നുണ്ട്. ശരിക്കും ഇത് ലീഫിന് പകരം ആം എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ സസ്പെൻഷൻ നല്ലതായിരിക്കും. ഈ ലീഫിനേക്കാളും കുറച്ചുകൂടി കംഫർട്ട് എപ്പോഴും ആമിലാണ് കിട്ടുക. ഈ വണ്ടി ആമാണ്. അപ്പോൾ എല്ലാവരും ആമ എടുക്കണോ ലീഫ് എടുക്കണോ എന്ന് ശ്രദ്ധിച്ചെടുക്കുക. എടുക്കുമ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ആകെ എനിക്ക് പ്രശ്നം തോന്നുന്നത് ഈ സീറ്റ് കവറാണ്. അതായത് ഇത് കമ്പനി വരുന്ന സീറ്റാണ്. ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാണ്ട് ലോങ്ങൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് വയ്യാണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ശരിക്കും ഈ വണ്ടി എടുക്കണവർ പ്രത്യേകിച്ച് ഇതെടുത്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടവരാണ് സീറ്റ് കവർ. ഇപ്പോൾ പുതിയ അതായത് 2026 വരുന്ന വണ്ടിയിൽ അവർ ഓൾറെഡി സീറ്റ് കവറൊക്കെ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ വണ്ടി 12 സീറ്റാണ്. 12 സീറ്റിൽ നമ്മൾ വേറെ ബാക്കിൽ സീറ്റ് ആഡ് ചെയ്തതാണ്. നമുക്ക് കർണാടക കാര്യങ്ങൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രശ്നമായിരിക്കും. നമുക്ക് ഈ സീറ്റ് മടക്കിയിടേണ്ടി വരും. എന്നിരുന്നാലും ശരിക്കും ട്രാവലറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടിയിൽ. ശരിക്കും എൻ്റെ കാലൊക്കെ എനിക്ക് അത്യാവശ്യം തടിയുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞാലും എനിക്ക് സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ കാല് നിവർത്തി വയ്ക്കാം. അങ്ങനെ കുറേ ഗുണങ്ങൾ ശരിക്കും അർബാനിയ ട്രാവലറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യും. പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ 30,000 കിലോമീറ്റർ ഓടിയ അർബാനിയയുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.